നത്തിങ് ഫോൺ 1 ലോഞ്ച് ആയപ്പോൾ ഒരുവിധം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ചിന്തയാണ് ആക്ച്വലി ഹൗ വിൽ ബി ദ ഗെയിമിംഗ് പെർഫോമൻസ് ഓഫ് ദിസ് ഡിവൈസ്. ഓക്കെ, കാരണം സ്നാപ്ഡ്രാഗൺ 778G+ ആണ് പ്രോസസ്സർ. സോ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ ഡിസൈൻ വളരെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് സ്റ്റോക്ക് ആൻഡ്രോയിഡ് വളരെ ഇഷ്ടമാണ്, നിങ്ങളൊരു കാൽപൈ ഫാൻ ആണ്. ബട്ട് നത്തിങ് ഫോൺ എടുക്കാൻ ചെറിയൊരു ഹെസിറ്റേഷൻ ഈ പ്രൊസസ്സർ കാരണമാണ്. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി ദ വൺ സിംഗിൾ ഫൈനൽ സ്റ്റോപ്പ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വിൽ ബി ഡൂയിങ് എ കംപ്ലീറ്റ് ഡീപ്പ് ഗെയിമിംഗ് ടെസ്റ്റ് ഓൺ നത്തിങ് ഫോൺ 1. ഓക്കെ, സോ സിസ്റ്റമാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ ഗെയിമും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നതായിരിക്കും, എത്രത്തോളം ടെമ്പറേച്ചർ റൈസ് ആകുന്നുണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും, എത്ര ബാറ്ററി പെർസെൻറ്റേജ് നമ്മൾ ലൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓരോ ഗെയിമുകളും ഏതൊക്കെ ഹയർ ലെവൽ ഓഫ് ഗ്രാഫിക്സ് സെറ്റിംഗ്സിൽ നമുക്ക് കളിക്കാൻ സാധിക്കുന്നു എന്ന് നമ്മളിവിടെ ഡീപ്ലി ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഗെയിമിംഗ് ടെസ്റ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഒബ്വിയസ് ആയിട്ടും നമ്മൾ ആദ്യമേ ടെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഗെയിമാണ് BGMI. ബട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മളെ പണി പറ്റിച്ചു, പ്ലേ സ്റ്റോറിൽ സംഭവമില്ല. സോ വി സ്റ്റാർട്ടഡ് വിത്ത് കോൾ ഓഫ് ഡ്യൂട്ടി. ഐ എം നോട്ട് കംപ്ലൈനിങ്, ഐ ലൈക്ക് കോൾ ഓഫ് ഡ്യൂട്ടി എക്സാക്ട്ലി. ആക്ച്വലി BGMIയേക്കാളും കൂടുതൽ ഞാൻ കളിച്ചിട്ടുള്ളത് കോൾ ഓഫ് ഡ്യൂട്ടിയാണ്. ബൈ ഡിഫോൾട്ട് കോൾ ഓഫ് ഡ്യൂട്ടി കിടക്കുന്നുണ്ടാവുക ഗ്രാഫിക്സ് സെറ്റിംഗ് വെരി ഹൈ എന്ന മോഡിലും ഫ്രെയിം റേറ്റ് ഹൈ എന്ന മോഡിലാണ്. സോ ഇതേ മോഡിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി കളിച്ച് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വി സ്റ്റാർട്ടഡ് വിത്ത് മൾട്ടിപ്ലെയർ മോഡ്സ് ആൻഡ് ഇറ്റ് വാസ് വെരി വെരി സ്മൂത്ത് എക്സ്പീരിയൻസ്. സോ മൾട്ടിപ്ലെയർ മോഡ്സ് നമ്മൾ കുറച്ച് നേരം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബാറ്റിൽ റോയൽ മോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒന്ന് ഗ്രാഫിക്സ് കൂട്ടി നോക്കാം. മാക്സിമം നമുക്ക് എത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. ആൻഡ് FPS നമ്മൾ ഇൻക്രീസ് ചെയ്തു മാക്സിമത്തിലേക്ക്. സോ ഈ ബേസിക് സെറ്റിംഗ്സ് കൂടാതെ നമ്മളൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫീച്ചേഴ്സും അഡീഷണൽ സെറ്റിംഗ്സും കാണാൻ സാധിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ടേൺ ഓൺ ചെയ്തു. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില മൂവ്മെൻറ്റ്സ് ഒക്കെ എത്തുമ്പോൾ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് വളരെ റയർലി 1-2 സ്ഥലത്ത് ചെറിയൊരു ഫ്രെയിം ഡ്രോപ്പ് നമുക്ക് കാണാൻ സാധിച്ചു. ബട്ട് ഇത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കോൾ ഓഫ് ഡ്യൂട്ടി വാസ് വെരി വെരി സ്മൂത്ത്. സോ അങ്ങനെ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചു. ആൻഡ് ഗെയിം കളിച്ച് നിർത്തിയ സമയത്ത് 97% നിന്നും നമ്മുടെ ബാറ്ററി ഓൾമോസ്റ്റ് 85%ലേക്ക് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. 35 ഡിഗ്രീസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഗെയിം കളിച്ച് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 42 ഡിഗ്രീസ്. സോ ഇവൻ ദോ ദർ ഈസ് എ 5 to 6 degrees ഓഫ് ഇൻക്രീസ് ഇൻ ദ ടെമ്പറേച്ചർ, നമ്മൾ ഫോൺ പിടിക്കുമ്പോഴൊന്നും നമുക്കത് അത്ര ഫീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ശരിക്കും വളരെ വാമായിട്ടാണ് തോന്നിയത്. കോൾ ഓഫ് ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ജമ്പ് ചെയ്തത് ഒരു റേസിംഗ് ഗെയിമിലേക്കാണ്. എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു റേസിംഗ് ഗെയിമിന്റെ ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള Asphalt Legends. ബട്ടറി സ്മൂത്ത് ആണ് ഇതിന്റെ ഗെയിം പ്ലേ. ഓൾമോസ്റ്റ് 5 to 15 മിനിറ്റ്സ് നമ്മുടെ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഗെയിം പ്ലേ ചെയ്തു. സോ അതിനുശേഷം നമ്മൾ ഇതിന്റെ വിഷ്വൽസ് മാക്സിമം പോസിബിൾ ദാറ്റ് ഈസ് ഹൈ വിഷ്വൽ ക്വാളിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്തു. അതിനുശേഷവും വളരെ വളരെ ബട്ടർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ ആണ് നമുക്കിവിടെ ലഭിച്ചത്. നിങ്ങൾക്ക് തന്നെ ഗെയിം പ്ലേ കണ്ടിട്ട് മനസ്സിലാക്കാം. സോ ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ നമ്മൾ Asphalt 9 കളിച്ച് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗെയിം കളിച്ച് തീർത്ത സമയത്ത് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഈസ് അറൌണ്ട് 75. ആൻഡ് അരമണിക്കൂറിന് ശേഷം ഫോണിൻ്റെ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ ഇറ്റ് വാസ് അറൌണ്ട് 40%. സോ ഇവിടെയും നമുക്കൊരു 5 ഡിഗ്രിയുടെ അറൌണ്ട് ടെമ്പറേച്ചർ റൈസ് കാണാൻ സാധിച്ചു. സോ ഷാഡോ ഫൈറ്റ് ആക്ച്വലി ഒരു ചെറിയ ഗെയിമാണ്, ബട്ട് ഐ ലൈക്ക് ദിസ് ഗെയിം എ ലോട്ട്. ഈവൻ ദോ കാണാൻ വളരെ സിമ്പിൾ ആണെങ്കിൽ പോലും ഓൾ ദ എഫക്ട്സ്, ഓൾ ദ മൂവ്മെൻറ്റ്സ്, ഓൾ ദ VFX ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കാം.
സോ ഷാഡോ ഫൈറ്റ് ഈസ് വെരി വെരി ലൈറ്റ് ഗെയിം. സോ നമ്മൾ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സ് മാത്രമേ ഇതിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. എല്ലാ മോഡ്സും എല്ലാ ഫൈറ്റ്സും നമ്മളിവിടെ കളിച്ചത് മാക്സിമം പോസിബിൾ ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ആൻഡ് വിഷ്വൽ സെറ്റിംഗ്സ് വെച്ചിട്ടാണ്. ആൻഡ് ഒബ്വിയസ്ലി കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഗെയിമാണ്. സോ എവറിത്തിങ് വാസ് റിയലി റിയലി smooth. So game start ചെയ്യുമ്പോൾ battery backup was around 73% and game കഴിഞ്ഞ സമയത്ത് it was around 69%. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 36 degrees ആയിരുന്നു നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ആൻഡ് 15 മിനിറ്റ് ശേഷം നോക്കിയപ്പോൾ it was around just 37. പിന്നെ നമ്മൾ ആലോചിച്ചു എന്തിനാണ് നമ്മൾ ചുമ്മാ ചെറിയ ചെറിയ ടൈറ്റിൽസ് കളിച്ചിട്ട് ടൈം കളയണേ. സോ വി വെന്റഡ് ആൻഡ് പ്ലേഡ് ദ പബ്ജി ന്യൂ സ്റ്റേറ്റ്. പബ്ജി ന്യൂ സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാറ്ററി പെർസെൻറ്റേജ് വാസ് അറൌണ്ട് 68% ആൻഡ് ടെമ്പറേച്ചർ വാസ് അറൌണ്ട് 35 degrees. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ബാറ്റിൽ റോയൽ ഡയറക്ട്ലി ആൻഡ് ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ്സ് നമ്മൾ ഈ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ കളിച്ചിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് റണ്ണിങ് സ്മൂത്ത്ലി ജസ്റ്റ് ലൈക്ക് കോൾ ഓഫ് ഡ്യൂട്ടി. നമുക്ക് ഒരു തരത്തിലുള്ള ഗ്ലിച്ചുകളോ ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ ഒട്ടും ഫീൽ ചെയ്തിരുന്നില്ല. സോ മാക്സിമം പോസിബിൾ സെറ്റിംഗ്സ് നമുക്ക് നത്തിങ് ഫോൺ വല്ല ഇടാൻ സാധിച്ചത്. മാക്സിമം ഫ്രെയിം റേറ്റ് ആൻഡ് ഗ്രാഫിക്സ് വാസ് അൾട്ര. ആൻഡ് ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് ആണ് നമ്മൾ ന്യൂ സ്റ്റേറ്റിൽ ടൈം സ്പെൻഡ് ചെയ്തത്. പെട്ടെന്നുള്ള മൂവ്മെൻറ്റിൻ്റെ സമയത്തോ വളരെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും റയർലി 1-2 ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചു. സോ ഗെയിം കളിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബാറ്ററി ബാക്കപ്പ് വാസ് അറൌണ്ട് 56%, ഓൾമോസ്റ്റ് 12% ആണ് 45 മിനിറ്റ്സിൽ നമുക്കിവിടെ ഡ്രോപ്പ് ആയത്. ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ 35 നിന്നും 42 ഡിഗ്രിയിലാണ് ഇവിടെ എൻഡ് ചെയ്തത്. സോ ഇവിടെയും നമുക്കൊരു 7 ഡിഗ്രി ടെമ്പറേച്ചർ ഹൈക്ക് കാണാൻ സാധിച്ചു. സോ ന്യൂ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഏത് ഗെയിം ട്രൈ ചെയ്തെന്ന് വെച്ചിരുന്നപ്പോഴാണ് മറ്റൊരു ബാറ്റിൽ റോയൽ ഗെയിം നമ്മൾ കണ്ടത്, അപ്പെക്സ് ലെജൻഡ്സ്. സോ പേഴ്സണലി ഞാൻ ഈ ഗെയിം അധികം കളിച്ചിട്ടില്ല, ബട്ട് സ്റ്റിൽ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഐ ഹാവ് ഹേർഡ്, ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ഗ്രാഫിക്സ് ഹെവി ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഇതെന്ന്. ബാറ്ററി പെർസെൻറ്റേജ് വാസ് അറൌണ്ട് 55% ആൻഡ് ടെമ്പറേച്ചർ വാസ് ആസ് യൂഷ്വൽ 35 degrees. സോ ഓൾമോസ്റ്റ് 40 മിനിറ്റ്സ് നമ്മൾ അപ്പെക്സ് ലെജൻഡും കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ ഓൾമോസ്റ്റ് 10 to 15 മിനിറ്റ്സ് നമ്മൾ കളിച്ചിട്ട് പതുക്കെ ഗ്രാഫിക്സ് നമ്മൾ ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിച്ചത്. സോ അങ്ങനെ കളിച്ച് നമുക്ക് ഈ ഒരു ഫോണിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ മാക്സിമം സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അൾട്രാ HD ഗ്രാഫിക്സും ആൻഡ് വെരി ഹൈ ഫ്രെയിം റേറ്റുമാണ്. ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഫ്രെയിം ഡ്രോപ്സോ ലാഗോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റില്ല. സ്മൂത്തായിട്ട്, ഒരുവിധം സ്മൂത്തായിട്ട്. ഓക്കെ, എക്സ്ട്രീംലി ഗംഭീര ഗെയിം പ്ലേ എന്ന് ഞാൻ ഈ ഒരു ഗെയിമിന് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, കാരണം വി ആർ സ്റ്റിൽ ബിഹൈൻഡ് ദ ഹയസ്റ്റ് സെറ്റിങ്സ്. ഗെയിം പ്ലേനെ ബോധ ചെയ്യാത്തൊരു രീതിയിൽ നല്ലൊരു പെർഫോമൻസ് നത്തിങ് ഫോൺ വൺ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ഒരു ഗെയിമിൽ ഓഫർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് ഓഫ് ഗെയിം പ്ലേന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററി ഓൾമോസ്റ്റ് 12% ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് ടെമ്പറേച്ചർ 35 നിന്നും അഗെയിൻ 41 ഡിഗ്രിയിലേക്ക് ഇൻക്രീസ് ആയതും കാണാൻ സാധിച്ചു. സോ എല്ലാ വെടിവെപ്പ് റേസിംഗ് ഗെയിമുകളിൽ നിന്നും മാറി നമ്മൾ മറ്റൊരു ഗെയിമിലേക്ക് കടന്നു. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് നമ്മുടെ എന്താ പറയുക, eFootball, കോനാമി സ്പോർട്സിൻ്റെ ഫുട്ബോളാണ്. ഫിഫ ഒക്കെ പോലെ തന്നെ വെരി റിയലിസ്റ്റിക് ഗെയിം. സോ വി സ്റ്റാർട്ടഡ് ദിസ് ഗെയിം വെൻ ദ ബാറ്ററി പെർസെൻറ്റേജ് വാസ് അറൌണ്ട് 42% ആൻഡ് ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ ഹാഫ് ആൻ അവർ ഗെയിം പ്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആസ് ഓൾവേസ് ടെമ്പറേച്ചർ വാസ് 35 degrees. ഓക്കെ, സോ ഡെഫിനറ്റ് ആയിട്ടും കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഗോ ത്രൂ ദ ഗെയിം പ്ലേ വൺസ് ആൻഡ് കം ബാക്ക്.
കാര്യമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് തന്നെ വേറെ ഒന്നുമല്ല. ബാക്കി നമ്മൾ ഇതുവരെ കളിച്ച ഗെയിമുകളെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ലോ ഗ്രാഫിക്സ് റിക്വയർമെൻറ്റ്സ് ഉള്ള ഒരു ഗെയിമാണ്. ബട്ട് ദ ഗെയിം ഈസ് വെരി വെരി ഫൺ. 15 മിനിറ്റ്സ് നമ്മൾ മാക്സിമം പോസിബിൾ ഫ്രെയിം റേറ്റ് ആൻഡ് ക്വാളിറ്റി ഗ്രാഫിക്സ് സെറ്റിംഗ്സിലേക്ക് സ്വിച്ച് ചെയ്തു. അതിനുശേഷം ഒരു തരത്തിലുള്ള ഒരു ഡ്രോപ്പും ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചില്ല. 42% നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ 34% വരെ എത്തിയിരിക്കുകയാണ്. സോ ഓൾമോസ്റ്റ് 8% ആണ് ഇവിടെ ഡ്രോപ്പ് ആയത്. ആൻഡ് ടെമ്പറേച്ചർ ഒട്ടും കൂടിയില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. 35-ൽ സ്റ്റാർട്ട് ചെയ്ത് 37-ൽ ഇവിടെ അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്ത ചില ഗെയിമുകൾ. ബട്ട് ഇത് കൂടാതെ ഇനിയും നമ്മൾ 1-2-3 ഗെയിംസ് കൂടി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വൺ ഓഫ് ദം ഈസ് റിയൽ റേസിംഗ്. അതിനുശേഷം NBA 2K ബാസ്കറ്റ്ബോൾ ഗെയിം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് ടൈം അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് 98%ലാണ് നമ്മൾ ഈ ഒരു ലോങ് മാരത്തോൺ ഓഫ് നത്തിങ് ഫോൺ 1 ഗെയിം ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് നമ്മൾ 8 ഗെയിംസ് കളിച്ചു. ഓരോ ഗെയിംസും അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാക്സിമം 45 മിനിറ്റ്സ് ചില ഗ്രാഫിക്സ് ഹെവി ഹൈ ഇൻറ്റൻസ് ഗെയിമുകളിൽ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഈ ഒരു ഇരിപ്പിൽ തന്നെ പറയാൻ സാധിക്കും ഓൾമോസ്റ്റ് 4 hours ഓഫ് ഗെയിം പ്ലേ ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ആൻഡ് 75% battery with 4 hours of ഇൻറ്റൻസ് ഗെയിം പ്ലേ, ഡിഫറെൻറ്റ് ഗെയിം പ്ലേ. ചിലപ്പോൾ ഒരേ PUBG പോലുള്ള ഗെയിം തന്നെ കളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4 hours കിട്ടണമെന്നില്ല. ബട്ട് മാറി 8 ഗെയിമുകൾ മാറി കളിച്ചിട്ടും 75% ബാറ്ററി ഡ്രോപ്പാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫോർ 4 hours ഓഫ് സ്ക്രീൻ ഓൺ ടൈം. ആൻഡ് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്ത് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സാധാരണ ഒരു കോമൺ ഫോൺ യൂസർ ആണെങ്കിൽ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കുമ്പോൾ ഗെയിം കളിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്കൂൾ കുട്ടിയാണ് ജസ്റ്റ് എൻജോയ്മെൻറ്റിന് വേണ്ടി ഗെയിം കളിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലംസും നത്തിങ് ഫോൺ 1 ഉണ്ടാക്കാൻ പോകുന്നില്ല. സോ ഓൾമോസ്റ്റ് 99% ഓഫ് ദി ഗെയിംസും നിങ്ങൾക്ക് മാക്സിമം ഹൈ സെറ്റിംഗ്സിൽ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ സാധിക്കും. ബട്ട് 1, 2, 3 ഗ്രാഫിക്സ് ഹെവി അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിമുകളിൽ മാത്രം ഹയർ ആൻഡ് ഹയർ സെറ്റിംഗ്സിൽ പോകുമ്പോൾ ചെറിയ ഗ്ലിച്ചസ് അവിടെ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് വെരി സ്മൂത്ത് ആൻഡ് വെരി ഫ്ലൂയിഡ് ഇൻ ദിസ് ഫോൺ. ഇത്ര ഹെവി ഗെയിം കളിച്ചിട്ട് പോലും ഒരു വട്ടം പോലും ഓവർ ഹീറ്റ് ആയതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചില്ല. ഫോർ ഓൾ ദ ഗെയിംസ് ടെമ്പറേച്ചർ വാസ് മാക്സിമം അപ് ടു 42. 35-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 41, 42 അതിന് മേലേക്ക് പോയിട്ടേ ഇല്ല. സോ അതേപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, സ്നാപ്ഡ്രാഗൺ 778G+ ആണെങ്കിൽ പോലും ഈ ഒരു ഹയർ പ്രൈസിലാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു സ്പെക്ക് നോക്കാണ്ട് പെർഫോമൻസ് ഈ ഫോണിൻ്റെ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് യു ഡോണ്ട് നീഡ് ടു ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് അറ്റ് ഓൾ. നത്തിങ് വളരെ നന്നായിട്ട് തന്നെ ഈ ഒരു പ്രൊസസ്സർ അതിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഹിയർ എൻഡ്സ് ദ അൾട്ടിമേറ്റ് ഗെയിമിംഗ് ടെസ്റ്റ് ഓഫ് നത്തിങ് ഫോൺ 1. ആൻഡ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും എന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ആകുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ദ വീഡിയോ ആൻഡ് ലെറ്റ് us know your opinions. ആൻഡ് ഉടനടി നത്തിങ് ഫോൺ 1ൻ്റെ ഒരു ഗംഭീര ഇൻഡെപ്ത് ഫുൾ റിവ്യൂ ആണ് വരാൻ പോകുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ആൻഡ് ഓൾസോ ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. I'll be back with another great video. Till then, bye.